പിന്നെ ഞാൻ ആദ്യമായിട്ട് ഓടിച്ച് നോക്കുന്ന വണ്ടി ഇതാണ്. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തത് നമ്മുടെ പഴയ പത്മിനിയിലാണ്. വണ്ടി ഇനി അവിടെ നിന്ന് വരുവാണെങ്കിൽ ഇവിടെ ഇടിച്ച് തന്നോട്ടെന്ന് ഓർത്ത് ഞാൻ എന്താ വെച്ചാൽ ഇത് ആദ്യം ലോക്ക് ഇട്ടു. ആദ്യം പേടിച്ച് ഞാൻ വണ്ടിയുടെ ബ്രേക്ക് ഫെയിൽ ആയെന്ന് ഞാൻ ഓർത്തത്. സോ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് കള്ളന്മാരൊന്നും വന്ന് വണ്ടി അടിച്ചുകൊണ്ട് പോകുന്ന പേടിക്കുകയേ വേണ്ട. കാരണം സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ താക്കോലുണ്ട്. ദേ ഈ താക്കോൽ ഏകദേശം 24 വർഷം പഴക്കമുള്ള താക്കോലാണ്. സോ ഞാൻ ഏകദേശം ഈ ഒരു താക്കോൽ തൊട്ടിട്ട് 14 വർഷമായി. 14 വർഷത്തിന് ശേഷമാണ് ഈ ഒരു താക്കോൽ എൻ്റെ ലൈഫിൽ ഞാൻ തുടങ്ങുന്നത്. അതിന് റീസണുണ്ട്. ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം. എന്താ റീസൺ എന്നുള്ളതും കാര്യങ്ങളെന്നുള്ളതും ഏത് വണ്ടിയാണെന്നുള്ളതും ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. സോ ഇതാണ് ആ വണ്ടി. സോ അതെ നമ്മുടെ എൻഡോർക്ക് ഇവിടെ ഉണ്ട്. സോ ഇതാണ് എൻ്റെ വീട്. ആക്ച്വലി ഇതാ എൻ്റെ ഇവിടെ റിറ്റ്സ് ഇവിടെ കിടപ്പുണ്ട്. ഇത് വിൽക്കാനുള്ളതാണ്. അത് നമ്മുടെ ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക്കും വിൽക്കാനുള്ളതാണ്. സോ ഇതെൻ്റെ ഒരു കസിൻ്റെ വണ്ടിയാണ്. പുള്ളിയുടെ പുതിയ വണ്ടി വന്നപ്പോഴത്തേക്കും പുള്ളി വിൽക്കാം എന്നും പറഞ്ഞു, വിൽക്കാൻ അവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടിട്ടതാണ്. സോ അതേ ഈ വണ്ടിയുടെ ഉൾവശം ഇതാട്ടോ. സോ സംഭവം കിലോമീറ്റർ 27,532 കാണിക്കുന്നത്. അത് നോക്കണ്ട. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,00,000 മുകളിൽ ചെല്ലുമ്പോഴത്തേക്കും 0 ആവും, പിന്നെ റീസ്റ്റാർട്ട് ആവും. സോ ഇത് നോക്കുന്നത് AC ഉണ്ട് വണ്ടിയിൽ, പഴയ ബട്ടൺസൊക്കെയാണ്, എവറിത്തിങ് എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ സർപ്രൈസിങ്. എല്ലാ സാധനവും, ഒരു സാധനവും ഡാമേജ് ഇല്ല. നല്ല പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഇന്നത്തെ വണ്ടികളിൽ പലതിലും ഈ സാധനങ്ങളൊക്കെ ഡാമേജ് ആകും, കുറച്ച് ചെയ്യുമ്പോൾ യൂസ് ചെയ്യും. പക്ഷേ ഈ ഒരു സാധനത്തിൽ ഇതുവരെ ഡാമേജ് ആയിട്ടില്ല. 4 സ്പീഡ് ഗിയർ ബോക്സ്, അതുപോലെ തന്നെ ഇവിടെ പൈനിയറിൻ്റെ ഒരു ഓക്സൊക്കെ ഉള്ള CD എല്ലാം ഇടാവുന്നൊരു ടേപ്പ്. ഇത് നമ്മുടെ പഴയ മാരുതിയുടെ ചിഹ്നം. ഇങ്ങനെയായിരുന്നു പണ്ട് മാരുതിയിൽ വന്നുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 10-24 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നു. പിന്നെ വേണ്ട ഇവിടെ അഡീഷണലി രണ്ട് വേണ്ട സ്വിച്ച് വെക്കാനുള്ള സ്പേസ്. ഇവിടെ ഒരു AC വെൻ്റുണ്ട്. സോ ഏകദേശം വേണ്ട സീറ്റൊക്കെ പുള്ളി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പുറകിലത്തെ വശമാണ് നോക്കുകയാണെങ്കിൽ എല്ലാം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ ഗ്ലോ ബോക്സിൻ്റെ ഓപ്പണിങ്. ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഇതിന് ചെറിയൊരു ഡാമേജ് ഉണ്ട് കേട്ടോ. ഈ ഒരു ചെറിയ സാധനത്തിന് ഡാമേജ് ഉണ്ട്. ബാക്കി എവിടെയും ഡാമേജ് ഇല്ല. പിന്നെ ഇതിൽ ചെറുതായിട്ടൊന്ന് ഡാമേജ് ഉണ്ട്. ബാക്കി എല്ലാം വണ്ടി അടിപൊളിയാണ്. ഈച്ച് ആൻഡ് എവറിത്തിങ് സ്വിച്ച് ഈസ് വർക്കിംഗ്. ഇത് ഇവിടെ ഈ സാധനം ചെറുതായിട്ട് വിട്ടുപോയി. അതിപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കിട്ടുമെന്നാണ് പറഞ്ഞത്. ആൻഡ് ഇത്രയൊക്കെയുള്ള വണ്ടി ആകാം ഉൾവശം കാണുവാണെങ്കിൽ. ഇതാണ് നമ്മുടെ വണ്ടി. സോ ഞാൻ എന്തായാലും ഒരു വാക്ക് അറൗണ്ട് ഞാൻ പുറത്തോട്ട് ഇറക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടി എനിക്ക് വളരെ, കാരണം ഞാൻ ഇതിനകത്ത് കയറാൻ തന്നെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഏകദേശം ഒരു 14 വർഷം, ഞാൻ പറഞ്ഞല്ലോ 14 വർഷമായിട്ട് ഈ വണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ലൈക്ക് ഇതെൻ്റെ കസിൻ്റെ വണ്ടിയാണ്. പുള്ളി വിൽക്കാൻ വേണ്ടി ഇട്ടിരുന്ന വണ്ടിയായിരുന്നു. ആൻഡ് പുള്ളി പുതിയ വണ്ടി എടുത്തപ്പോൾ അവിടെ സ്ഥലമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടതാണ്. സോ എനിക്കിവിടെ ആവശ്യത്തിന് സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ എൻ്റെ സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ട്. സോ ഇത് പുറത്തോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ആ വണ്ടിയൊന്നും മാറ്റുന്ന കാര്യമില്ല. അല്ലാതെ തന്നെ പുറത്തോട്ട് ഇറക്കാം, ഏത് വണ്ടിയാണെങ്കിലും ഇറക്കാം, ഒരു പ്രശ്നമില്ല. ഓക്കെ. സോ ഞാൻ എന്തായാലും എൻ്റെ ഒരു വാക്ക് അറൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഇന്ന് ഷൂട്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഓടിച്ച് നോക്കുന്നൊരു വണ്ടി എന്ന് പറയുന്നത് ഇതാണ്. സോ അത് ഈ ഒരു വണ്ടിയല്ല, 96 മോഡൽ. ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റ് നിങ്ങൾ കണ്ടല്ലോ, ഇതിനേക്കാളും മറ്റേ പഴയ ലൈറ്റില്ലേ, ആ വണ്ടിയാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഓടിച്ച് നോക്കുന്നത്. പക്ഷേ ഞാൻ പ്രാക്ടീസ് ചെയ്തത് പ്രീമിയർ പത്മിനിയിലാണ്. ബട്ട് ആദ്യമായിട്ട് ഞാൻ ഓടിക്കുന്നൊരു സാധനം അത് മാരുതി കാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ, എന്ന് വെച്ചാൽ വണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇമോഷനും കാര്യങ്ങളും തോന്നി. പക്ഷേ സർപ്രൈസിംഗ്ലി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് ഇരുന്ന് ഓടിക്കാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതാണ് പ്രശ്നം. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഒന്നുമില്ല. പവർ വിൻഡോസ് ഇല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല, ക്ലൈമറ്റ് കൺട്രോൾ AC ഇല്ല. പക്ഷേ അന്നത്തെ ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റ് യൂസ് ചെയ്യാമായിരുന്നു. ഇൻ കേസ് എൻ്റെ ഫാദർ ബോംബെയിൽ നിന്നൊരു വണ്ടി കൊണ്ടുവന്നായിരുന്നു. പപ്പ വണ്ടി കൊണ്ടുവന്ന ആ ഒരു സമയത്ത് ഒരു വണ്ടിയിൽ നമുക്ക് പുറത്തുനിന്ന് റിമോട്ടിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അത്രയും മാത്രമുള്ള ആക്സസറീസ് ആ വണ്ടിയിൽ അന്നത്തെ ടൈമിൽ പിടിപ്പിച്ചിരുന്നു ആൾക്കാർ. അതാണ് ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം. സോ നമ്മൾ മോസ്റ്റ്ലി എല്ലാം കമ്പാരിസൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തന്നെ പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഇല്ല, ക്ലൈമറ്റ് കൺട്രോൾ AC ഇല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. റിയർ വൈപ്പർ ഇല്ല. ബട്ട് ഐ തിങ്ക് റിയർ വൈപ്പറിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ് ഇല്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. കാരണം ഒരു 10-14 വർഷം പഴക്കമുള്ളൊരു വണ്ടിയുടെ അകത്തോട്ട് കയറിയിട്ട് ഞാൻ ആദ്യം നോക്കി ഒരു ഭാഗത്ത് പോലും തുരുമ്പെന്ന് പറഞ്ഞ സാധനമില്ല. ഞാൻ എല്ലായിടത്തും നോക്കി, ഒരു തുരുമ്പെന്ന് പറഞ്ഞ സാധനമില്ല. ആൻഡ് ദാറ്റ് ഈസ് റിയലി സർപ്രൈസിങ് മീ. കാരണം ഇന്നത്തെ കാലത്തെ BS6 വണ്ടികളിൽ വരെ നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ 6 മാസം 8 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോഴത്തേക്കും എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തുരുമ്പുകൾ കാണും. പക്ഷേ ഈ വണ്ടിയിൽ
ഇല്ല. ഇതിപ്പോൾ നിലവിൽ സെയിലായി. ഞാൻ ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഇട്ടായിരുന്നു. ഒരു പാലായിലുള്ള ഒരാൾക്കാണ് കൊടുത്തത്. ഇനിയിപ്പോൾ പുള്ളിയുടെ കയ്യിലായിരിക്കും ഈ വണ്ടി. സോ നമുക്കതിന് മുമ്പായിട്ട് എന്തായാലും ഇവനൊരു ലാസ്റ്റ് റൈഡ് എന്തായാലും ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ പുറത്തോട്ട് ഇതിനെ ഇറക്കിയിട്ട് കാണാം ഗൈസ്. കാണിക്കാൻ ഉദ്ദേശിച്ച വണ്ടി ഇതാട്ടോ. ഇതാണ് 24 വർഷം പഴക്കമുള്ള മാരുതി കാറാട്ടോ അത്. സോ AC ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. സോ മോസ്റ്റ് മോഡേണിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ സ്റ്റിയറിങ്ങോ പവർ വിൻഡോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അതൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ എവിടെയും ഒരു തുള്ളി തുരുമ്പില്ല. അതാണ് ഏറ്റവും വലിയ അടിപൊളി സംഭവം ഇതിനകത്ത്. വണ്ടിയിൽ ഒരു ഭാഗത്തും ഒരിടത്തും തുരുമ്പില്ല. ആൻഡ് ഇത് DX എന്നാണ്, പക്ഷേ തിരിച്ച് XO ഇവിടെ XO എന്നുള്ള രീതിയിലാക്കി. ലുക്ക് അറ്റ് ദിസ് ഗായ്സ്. നല്ല ബോഡി ഷേപ്പൊക്കെ ഇത് ഓൾറെഡി ഞാൻ കൊടുത്തു. ഞാൻ ഫേസ്ബുക്കിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ഇട്ടായിരുന്നു, ഇത് കൊടുത്തു. ആൻഡ് പുതിയ ഓണർ വന്ന് ഏകദേശം ഇപ്പം എന്താ പറയുക, പുള്ളി ഇപ്പം ഉച്ച കഴിഞ്ഞ് വന്ന് എടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് റൈഡ് വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ വന്ന് വാക്ക് അറൗണ്ട് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. സോ ഇതായിരുന്നു എൻ്റെ പഴയ വീട്. സോ ആ പോർച്ചിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു മാരുതി കാർ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറക്കിയത് അങ്ങോട്ട് കൊണ്ടായത്. സോ ഞാൻ ആ ടൈമിൽ ഈ ഒരു ഗേറ്റ് ഞാൻ പൂട്ടിയിട്ടു. കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത് കുളം കേട്ടോ. ഇത് ഫുള്ള് വലിയൊരു കുളമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല, ഇത് ഫുള്ള് കുളമാണ്. സോ അതുകൊണ്ട് ഞാൻ ആദ്യം ഇവിടെ ലോക്കിട്ടു. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി പതുക്കെടുത്ത് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ വണ്ടി ഇനി അവിടെ നിന്ന് വരുവാണെങ്കിൽ ഇവിടെ ഇടിച്ച് തന്നോട്ടെന്ന് ഓർത്ത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യം ലോക്കിട്ടു. അങ്ങനെ ഇങ്ങനെ ഒരു 3-6 പ്രാവശ്യം എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ഐഡിയ കിട്ടി. സോ അന്ന് എവിടെയാണോ വണ്ടി ഞാൻ തുടങ്ങിയത്, അതായത് ഡ്രൈവിങ് തുടങ്ങിയ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ആണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം നിലവിൽ ഈ വീട്ടിൽ താമസക്കാരില്ല, അവർ ദുബായിലാണ്. സോ അവർ വർഷത്തിലൊന്നൊക്കെ വരാറുള്ളൂ. ഇടയ്ക്ക് അവരുടെ കസിൻസൊക്കെ വന്ന് നോക്കാറേ ഉള്ളൂ. ഒരു ടൈമിൽ ഈ ഒരു വണ്ടി അത്രയും മാത്രം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഒരു ടൈമിൽ അത്രയും മാത്രം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ ടൈമിലുണ്ടല്ലോ എനിക്ക് ഈ സ്റ്റിയറിങ്ങിൻ്റെ അകത്തേക്കടെ എനിക്ക് കാണാൻ പറ്റുള്ളായിരുന്നുള്ളൂ. അതായത് സ്റ്റിയറിങ്ങിൻ്റെ അകത്തേക്കടെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. കാരണം പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഇവിടെ ഒരു തലവണ എന്തെങ്കിലും എടുത്തു വെക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് ആ ഒരു ടൈമിൽ എനിക്ക്. പക്ഷെ ഇന്ന് ഈ വണ്ടിക്കകത്ത് കയറാനുണ്ടല്ലോ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായി. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഓടിച്ചു നോക്കുന്ന വണ്ടി ഇതാണ്. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തത് നമ്മുടെ പഴയ പത്മിനിയിലാണ്. അതിൻ്റെ ഗിയർ ഇവിടെയായിരുന്നു, ഇങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് റിവേഴ്സ് ഇടാൻ വേണ്ടി. ആ ഒരു വണ്ടിയിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരുപാട് വണ്ടികൾ ഞാൻ മാറി ഓടിച്ചു കേട്ടോ. ലൈക്ക് ആ ഒരു ടൈമിൽ ഫേമസ് ആയിരുന്നു CLO, ദേവുവിൻ്റെ CLO. ആ ഒരു വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ മാരുതി 1000, അതും എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡിൽ. എൻ്റെ വീട്ടിൽ ഈ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 1000 ഉണ്ടായിരുന്നു, STM ഉണ്ടായിരുന്നു, CLO ഉണ്ടായിരുന്നു. പിന്നെ ആ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓടിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന വണ്ടി എന്ന് പറയുന്നത് ഓമിനിയായിരുന്നു. സോ ഓമിനി എന്തുകൊണ്ടാണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ഇങ്ങനെ കയറിയിരിക്കാം, ബസ് ഇരിക്കുന്ന ഇരിക്കുക, നമുക്ക് ഫുള്ളായിട്ട് കാണാം, എടുക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ടു ബി ഹോണസ്റ്റ്, ഒരു 14 വർഷം കഴിഞ്ഞ് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ പഴയ ഒരുപാട് മെമ്മറീസ്. ഞാൻ ആ ഒരു ടൈമിൽ ഈ റൂട്ടിൽ കൂടെ, അന്ന് ഇത്രയും കട്ടറില്ലായിരുന്നു, ഈ റൂട്ടിൽ കൂടെ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു മാരുതി 800. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഒരുപാട് മെമ്മറീസ് റിവൈവ് ആയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഒരുപാട് നാളത്തെ മെമ്മറീസ്. കാരണം ഏകദേശം ഒരു 10-14 വർഷത്തിന് മുമ്പാണ് ലാസ്റ്റ് ഞാനിത് ഓടിക്കുന്നത്. സോ ഞാൻ ഡ്രൈവിങ് പഠിക്കുന്ന കാലത്തും ഒക്കെ ഈ ഒരു വണ്ടിയായിരുന്നു എൻ്റെ കൂടെ. കാരണം ഞാൻ അത്രമാത്രം എൻജോയ് ചെയ്തു. ഈ ഒരു വണ്ടി നമ്മുടെ കസിൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഴയ മെമ്മറീസിലോട്ട് ഞാൻ പോവുമായിരുന്നു ചെയ്തത്. അത്രയും മാത്രം. കാരണം നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് ഓടിച്ച ഒരു വണ്ടി, അത് പിന്നെ നമുക്ക് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീൽ തോന്നില്ല. ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയെന്ന് വേണമെങ്കിൽ പറയാം. സോ
സോ ഈ ഒരു വണ്ടി എനിക്ക് ഒരു ഇഷ്ടപ്പെടാനുള്ളൊരു മെയിൻ റീസൺ, ഒരു ടൈമിൽ ഒരുപാട് പേര് ഈ ഒരു വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന് മേടിച്ച ആൾക്കാരുണ്ട്. ഒരു ടൈമിൽ ഒരു സാധാരണക്കാരന് വരെ ഇത് സുഖമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കാമായിരുന്നു. അത്ര മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ താല്പര്യപ്പെടുന്നു. അത്രയ്ക്ക് ഫേമസ് ആയിരുന്നു ഈ വണ്ടി. അന്നത്തെ കാലത്ത് അംബാസഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാരുതി കാറ്, ഒരു ചെറിയൊരു വണ്ടി അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് പോകാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ചെറിയൊരു വണ്ടി, അതും ചെറിയൊരു സൈസ്, അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെയധികം ചിലവ് കുറവ്. സോ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവലങ്ങാട് പോകുന്ന വഴിയാണ്. അന്നത്തെ കാലത്ത് ഞാൻ ഈ വണ്ടി ഇതിലേക്കൂടെ ഓടിക്കുമ്പോൾ ഈ റോഡ് ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ, MC റോഡ്. ഇന്ന് വഴിക്ക് വീതി കൂടി, കാര്യങ്ങളെല്ലാം കൂടി. അന്നത്തെ ടൈമിൽ നല്ല വില ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിലവിൽ 45,000-50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വണ്ടി കിട്ടും. ഇന്നിപ്പോൾ ഞാൻ ഈ വണ്ടി കൊടുത്തതും നല്ല വിലയ്ക്ക് തന്നെ, അത്യാവശ്യം നല്ല വിലയ്ക്ക് തന്നെ ഞാൻ കൊടുത്തത്. പക്ഷേ വണ്ടി ഒരു രക്ഷയില്ല. അതുപോലെ എനിക്ക് കാരണം ഉണ്ടല്ലോ, വണ്ടി നിങ്ങൾ ഓടിച്ചു നോക്കിയറിയാം, സസ്പെൻഷൻ ഒരു പരിപാടിയില്ല, വണ്ടി നല്ല സ്മൂത്താണ്, ഓടിക്കാനും നല്ല അടിപൊളിയാണ്, ഒരു കുഴപ്പം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വൈഫിനെ കൂട്ടാൻ വേണ്ടി പോവാണ്. വൈഫിൻ്റെ കോളേജ് കഴിയാറായി, 1:15 ആകുമ്പോഴത്തേക്കും കഴിയും. അപ്പോൾ ഞാൻ കൂട്ടാൻ വേണ്ടി പോവാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ എടുത്തതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടിയിൽ ഞാൻ ഒരു വീഡിയോ എടുക്കണം എന്ന് എനിക്ക് എൻ്റെ മൈൻഡിൽ നിന്ന് തോന്നിയതിൻ്റെ ഭാഗമായിട്ടുണ്ടോ വീഡിയോ എടുത്തത്. അല്ലാതെ ഞാൻ എന്താ പറയുക, ഈ ഒരു വണ്ടിയോട് അറ്റാച്ച്മെൻറ്റ് അത്രയും മാത്രം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് അത്ര ഫീൽ തോന്നിയില്ല. പക്ഷേ ഞാനിതൊന്ന് ഓടിച്ചപ്പോൾ എൻ്റെ പഴയ കുറേ മെമ്മറീസ്, എന്താ പറയുക, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ വരിക എന്ന് പറയില്ല, അതുപോലെയായിരുന്നു. വണ്ടിക്ക് ഇപ്പോഴും നല്ല മൈലേജ് ഉണ്ട്. കാരണം 20 കിലോമീറ്റർ മൈലേജും ഉണ്ട്, കാര്യങ്ങളും ഉണ്ട്. സോ അന്നത്തെ ടൈമിൽ ഏറ്റവും മെയിൻ്റനൻസ് പറഞ്ഞ് നല്ല മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നൊരു വണ്ടി എന്ന് പറയുന്നത് ഇവനായിരുന്നു. ഒരു കാലഘട്ടത്തിലെ ഒരു ചരിത്രമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിത് കൊടുക്കാനുള്ള ഒരു മനസ്സില്ലായിരുന്നു. പിന്നെ ഞാൻ അഡ്വർടൈസ്മെൻറ്റ് ഇട്ടുപോയി. അതിനകത്ത് ഒരാൾ വന്ന് എനിക്ക് മെസ്സേജ് അയച്ചു, പുള്ളി വന്ന് കണ്ടു, പുള്ളി ഓക്കെ പറഞ്ഞു. മോസ്റ്റ്ലി ഇന്ന് വൈകുന്നേരം വന്ന് വണ്ടിയും കൊണ്ടുപോകും കാശ് കൊടുക്കും. അതുകൊണ്ട് നമ്മളൊരാളോട് വാക്ക് പറഞ്ഞ് തെറ്റിക്കുന്നത് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് തന്നെ, ഇല്ലെങ്കിൽ ഞാനത് കൊടുക്കത്തില്ലായിരുന്നു. സോ ഫസ്റ്റ് ഞാൻ ഈ വണ്ടി എടുത്ത് ഓടിച്ചപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഒരു ഫീലിംഗ് തോന്നി. എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലെന്ന് എനിക്ക് തോന്നി. പിന്നെയാണ് സത്യം പറഞ്ഞാൽ റിയലൈസ് ചെയ്തത് വണ്ടിക്ക് ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. നമ്മളിപ്പോൾ പുതിയ മോസ്റ്റ് മോഡേൺ വണ്ടികൾ ചവിട്ടുന്നവരെ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടത്തില്ലെന്നൊക്കെ ഓർമ്മ വന്നത് സത്യം പറഞ്ഞാൽ അപ്പോഴാണ്. സത്യം പറഞ്ഞാൽ ആദ്യം പേടിച്ച് ഞാൻ വിചാരിച്ച വണ്ടിയുടെ ബ്രേക്ക് ഫെയിലായെന്ന് ഞാൻ ഓർത്തത്. പിന്നെയാണ് ഞാൻ ഓർക്കുന്നത്, ലൈക്ക് ഇതിന് ഡ്രം ബ്രേക്സ് ആണല്ലോ വരുന്നത്. അപ്പോൾ പുതിയ വണ്ടികൾ പോലെ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും ബ്രേക്ക് സ്റ്റോപ്പിംഗ് പെർഫോമൻസ് കിട്ടത്തില്ലെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു പഴയ ഒരു മെമ്മറീസും കാര്യങ്ങളും ഒക്കെ. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നവരും നിങ്ങൾ വിൻറ്റേജ് കാർസിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ മെമ്മറീസിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു എന്ന് ഞാൻ വിചാരിച്ചു. കള്ളന്മാരൊന്നും വന്ന് വണ്ടി അടിച്ചുകൊണ്ട് പോകുന്ന പേടിക്കുകയേ വേണ്ട. കാരണം ഇതിൻ്റെ അന്ന് ഇറക്കാനും കയറ്റാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കറക്റ്റായിട്ട് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടെങ്കിൽ എല്ലാ സൈഡും കിടന്ന് പറയും. സോ ഗായ്സ്, ഇങ്ങനെയാണ് നമ്മൾ വണ്ടി വീട്ടിലേക്ക് അകത്ത് കയറ്റുകയും പുറത്തോട്ട് ഇറക്കുകയും ചെയ്യുന്നത്. ഇവിടെയുള്ള വണ്ടി ഇവിടെ തന്നെ ഇരിക്കും, സ്കൂട്ടറും അവിടെ തന്നെ ഇരിക്കും, ഇപ്പുറത്തുള്ള വണ്ടി ഇപ്പുറത്തേക്കിടെ ഇറക്കും. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ. സോ ഇങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫുള്ളായി ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, മാക്സിമം കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടെന്ന് വിചാരിക്കും. നിങ്ങളൊരു വിൻറ്റേജ് കാർ ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. സോ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.